ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്, ഒലിവ് ഓയിൽ, കുറച്ച് പാപ്രിക്ക, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ സിലാൻഡ്രോ. ഒരു 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാൻ ചൂടായതിനു ശേഷം ഒലിവ് ഓയിലും ബട്ടറും ആഡ് ചെയ്യാം. അഞ്ചാറ് ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള നല്ലപോലെ സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടൊമാറ്റോസ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് ടെൻഡറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഹാഫ് യെല്ലോ ക്യാപ്സിക്കം, ഹാഫ് ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് ഗ്രീൻ ചില്ലീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാം. പക്ഷേ ക്യാപ്സിക്കം അധികം വെന്തു പോകരുത്. ഇതിലേക്ക് 1.5 സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഗ്രീൻ ചില്ലി സോസിന് കുറച്ച് പുളി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. നല്ലപോലെ സോട്ടായതിനു ശേഷം ഹാഫ് കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്ത മിൽക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗ്രേറ്റഡ് ചീസാണ് എടുത്തേക്കുന്നത്. കൂടുതൽ ചീസിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 സ്പൂൺ മസ്റ്റർഡ് സോസ് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 1 കപ്പ് പെന്നെ പാസ്ത എടുത്തിട്ടുണ്ട്. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത്. പാസ്ത കുക്കായതിന് ശേഷം നമ്മൾ അതിനെ കോൾഡ് വാട്ടറിലൊന്ന് വാഷ് ചെയ്തെടുക്കും. പിന്നെ അത് ഫർദർ ഓവർ കുക്ക്ഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുന്നത്. പാസ്ത ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലൂടെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചീസ് പെനി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ സിലാൻഡ്രോ ആഡ് ചെയ്തിട്ടുണ്ട്. സിലാൻഡ്രോ ഇല്ലെങ്കിൽ നമുക്ക് പാഴ്സ്ലി, സെലറി അതേപോലുള്ള ലീവ്സും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ സിലാൻഡ്രോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.